ഏവർക്കും നമസ്കാരം. മേക്കിംഗ് കേരളയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ക്യുസാറ്റിന്റെ വൈസ് ചാൻസലറായ പ്രൊഫസർ ഡോക്ടർ PG ശങ്കരൻ. ഒപ്പം ടാൽറോപ്പിന്റെ കോ ഫൗണ്ടറും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായ ശ്രീ സഫീർ നജ്മുദ്ദീൻ. ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് എന്ന ആശയം കേരളത്തിലെ ക്യാമ്പസുകൾ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചും ടെക് ഡ്രിവൺ വേൾഡിലേക്ക് ക്യാമ്പസുകളെ സജ്ജമാക്കുന്നതിനെ കുറിച്ചുമുള്ള ഒരു എക്സ്പേർട്ട് ടോക്കാണിത്. ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഇരുവർക്കും സ്വാഗതം. സഫീർ സർ, സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ശരിക്കും ലോകത്തിന് തന്നെ മാറ്റിമറിച്ച ആശയങ്ങൾ സമ്മാനിച്ച, അല്ലെങ്കിൽ ഏറ്റവും ദീർഘവീക്ഷണത്തോടു കൂടി ഇടപെടലുകൾ നടത്തി വരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. ശരിക്കും ടാൽറോപ്പിന് തന്നെ ഇപ്പോൾ വില്ലേജ് പാർക്കുകൾക്കായിക്കൊള്ളട്ടെ, ടെക്കിസ് പാർക്കുകൾക്കായിക്കൊള്ളട്ടെ, ഏറ്റവും പ്രചോദനമായത് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി തന്നെയാണെന്ന് ഞാൻ പറഞ്ഞാൽ സാർ എന്താ പറയാനാണ്? അതെ, തീർച്ചയായിട്ടും നമ്മൾ പലപ്പോഴും നമ്മളുടെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കുറച്ച് പിന്നിൽ നിന്നിട്ടാണ് എപ്പോഴും ചിന്തിക്കുന്നത്. മുന്നേ പോയിട്ടുള്ള ആളുകളെ ഇൻസ്പയർ ചെയ്തിട്ടാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും പറയില്ല, കൺസ്യൂമേഴ്സ്, ക്രിയേറ്റേഴ്സ് എന്നുള്ള രണ്ട് ആസ്പെക്റ്റിലാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്യും. ആ ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്തിട്ട് അവർ അതിനനുസരിച്ച് ഇമാജിനേറ്റ് ചെയ്ത് അതിന്റെ സൊല്യൂഷൻസ് കൊണ്ടുവരുന്നവരുണ്ട്. നമ്മൾ പലപ്പോഴും കുറച്ച് ഫോളോവേഴ്സ് ആണ്. അതായത് ഓൾറെഡി സമൂഹത്തിൽ ഇൻസ്പയർ ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻവെന്റ് ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങൾ, ആ സംവിധാനങ്ങൾ നമ്മൾക്ക് എങ്ങനെ നമുക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. കാര്യം നമ്മളിപ്പോൾ ഒരു 0 to 100 എന്നുള്ളൊരു ചാപ്റ്റേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ 1ാമത്തെ ചാപ്റ്ററിലായിരിക്കും, അവർ നിൽക്കുന്ന 50ാമത്തെ ചാപ്റ്ററിലായിരിക്കും നിൽക്കുന്നത്. അവർ 50 to 100ലേക്കായിരിക്കും പോകുന്നത്. നമ്മൾ 0യിൽ നിന്നാണ് ഇനി എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ 1ൽ നിന്ന് 100ലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്ന ഈ 50ൽ എത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓൾറെഡി 50ൽ എത്തിയവരെ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്, ആ സംവിധാനങ്ങൾ ഇൻസ്പയർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെയാണ്, അപ്പൊ ഇവിടുന്ന് അവരവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം. അപ്പൊ അവിടേക്ക് നമുക്ക് എത്താൻ കഴിയണമെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മളും ഇതൊക്കെ ചെയ്യണമല്ലോ എന്നൊരു ചിന്തയാണ് നമ്മൾ അത് ചെയ്യുന്നത്. കാര്യം ആ ഫൗണ്ടേഷനിൽ നിന്നിട്ട് മാത്രമേ നമുക്ക് നമ്മുടേതായിട്ട് എന്തെങ്കിലും ചെയ്യാൻ. ഇപ്പൊ ലോകത്ത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഈ ഓപ്പർച്യൂണിറ്റീസ് ഗ്രാബ് ചെയ്യണമെങ്കിൽ ആ ഗ്രാബ് ചെയ്യാൻ കഴിയുന്ന ഒരു ഫൗണ്ടേഷൻ നമുക്ക് കൊണ്ടുവന്നൊരു ചോദ്യമുണ്ട്. അപ്പൊ നമ്മൾ നോക്കുക, മാർക്ക് സുക്കർബർഗ് എന്നുള്ള 19 വയസ്സുകാരൻ വന്ന് ഫേസ്ബുക്ക് ഉണ്ടാക്കി, ജെഫ് ബെസോസ് ആമസോൺ ഉണ്ടാക്കി. ഇവർ ഉണ്ടാക്കുന്നതൊക്കെ ഇത് ആകുന്നു. നമ്മൾ ഒരു ഫേസ്ബുക്ക് ഉണ്ടാക്കിയാൽ അത് സോഷ്യൽ മീഡിയ സോഫ്റ്റ്വെയർ ആയി. നമ്മളൊരു ആമസോൺ ഉണ്ടാക്കിയാൽ അതൊരു ഇ-കൊമേഴ്സ് സോഫ്റ്റ്വെയർ ആവും. ഒരിക്കലും അത് ആമസോൺ ആകുന്നില്ല, അത് ഫേസ്ബുക്ക് ആകുന്നില്ല. എന്തുകൊണ്ടാണ്? ഇപ്പൊ നമുക്ക് ടാലൻസ് ഇല്ലായിട്ടല്ലല്ലോ, നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ടോപ്പ് ടാലൻസ് ഉണ്ട്. നമ്മളൊരു ടാലന്റ് കൊണ്ടുവന്ന് ഒരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. ആ സ്റ്റാർട്ടപ്പ് എന്തുകൊണ്ടാണ് കാലിഫോർണിയയിലെ സ്റ്റാർട്ടപ്പ് പോലെ ആകാത്തത്? കാലിഫോർണിയയിൽ നിന്ന് അവർക്കൊരു ഫേസ്ബുക്ക് ഉണ്ടാക്കി ഓരോ കേരളത്തിലെ മൂലയിലുള്ള ഗ്രാമങ്ങളിലേക്ക് തരാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈവൻ കേരളം പോലും നമുക്ക് എത്തിക്കാൻ കഴിയുന്നില്ല, കേരളത്തിൽ എത്തിക്കാൻ കഴിയുന്നില്ല, ഇന്ത്യയിൽ എത്തിക്കാൻ കഴിയുന്നില്ല, വേൾഡിൽ എത്തിക്കാൻ കഴിയുന്നില്ല. അതിനൊരു സ്ട്രോങ് റീസൺ ഉണ്ട്, വെറുതെ അല്ല. അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്നത് അങ്ങനെ ആകുന്നില്ല, അവരുണ്ടാക്കുന്നത് അങ്ങനെ ആകുന്നുണ്ടെങ്കിൽ അതിനൊരു റീസൺ ഉണ്ട്. അതാണ് ടാൽറോപ്പ് അവിടെ നിന്ന് ഇൻസ്പയർ ചെയ്തത്. ഇപ്പൊ സ്റ്റാൻഫോർഡിൽ നിന്നൊക്കെ ഇൻസ്പയർ ചെയ്തത് ആ എക്കോസിസ്റ്റമാണ്, ആ ആവാസ വ്യവസ്ഥയാണ്. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്താലും കാര്യമില്ല. നേരത്തെ സാർ പറഞ്ഞതുപോലെ സസ്റ്റൈനബിലിറ്റി വലിയൊരു ഇഷ്യൂ ആണ്. സസ്റ്റൈനബിലിറ്റി എല്ലാവരും തുടങ്ങുന്നതിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ഇത് തുടങ്ങിയിട്ട് കാര്യമില്ല. തുടങ്ങുക എന്ന് പറയുമ്പോൾ നമ്മളൊരു അൾട്ടിമേറ്റ് എയിം ഉണ്ടല്ലോ. ഇപ്പൊ നമ്മൾ പറയുന്നതാണ്, ഒരു മനുഷ്യന് അവന്റെ നെസസിറ്റി ഫുൾഫിൽ ചെയ്യണമെങ്കിൽ അവനൊരു ഇൻകം വേണം, ജോബ് വേണം. നമ്മൾ പറയും സമൂഹത്തിന് എന്ത് വേണം, ഇൻവെൻഷൻ വേണം. ഇപ്പൊ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ 2 മാസം കഴിയും ഇന്നടുത്ത് അറിയാം. ആ സമയത്താണ് ടെലിഫോൺ ബൂത്തിന്റെ ഇൻവെൻഷന്റെ ആവശ്യം. പിന്നെ അത് ലാൻഡ് ഫോൺ ആകുന്നു, പിന്നെ മൊബൈൽ ഫോൺ ആകുന്നു. അപ്പൊ സമൂഹത്തിന് വേണ്ടത് എന്താണ്? ഇൻവെൻഷൻസ് ആണ്. വ്യക്തിക്ക് വേണ്ടത് ജോബാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം. കാര്യം വ്യക്തിക്ക് എന്ത് ചെയ്യണം? വെള്ളം കുടിക്കണം, ഭക്ഷണം കഴിക്കണം, പാർപ്പിടം വേണം, ഡ്രസ്സ് വേണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ട്രാവൽ ചെയ്യണം. ഇതിനൊക്കെ എന്ത് ചെയ്യണം? ഒരു ഇൻകം വേണം. പണ്ട് കാലഘട്ടങ്ങളിൽ എന്താണ്, ഇപ്പൊ വനത്തിൽ താമസിച്ചിരുന്ന സമയത്ത് നമുക്ക് വെള്ളം വേണമെങ്കിൽ നമുക്ക് അരുവിൽ പോയി കുടിക്കാം, ഭക്ഷണം വേണമെങ്കിൽ വേട്ടയാടാം, അല്ലെങ്കിൽ കായികനികൾ ഭക്ഷിക്കാം. എല്ലാം ഉണ്ട്, മണി വേണ്ട, ക്യാഷ് വേണ്ട. പക്ഷെ നമ്മുടെ മോഡേൺ സൊസൈറ്റിയിൽ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ക്യാഷ് ഇൻവോൾവ് ആണ്. ഒരു ഫണ്ട് ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഈ ഫണ്ട് വേണമെങ്കിൽ അവരവരുടെ സ്കില്ല് ഉപയോഗിച്ച് ഏൺ ചെയ്യാൻ കഴിയണം. അപ്പൊ സ്കില്ല് ഉപയോഗിച്ച് ഏൺ ചെയ്യാൻ കഴിയണമെങ്കിൽ, അതായത് ജോബ് വേണമെങ്കിൽ, ജോബ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഇവിടെ ഓൾറെഡി. ജോബ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പൊ 5% ജോബ് മാക്സിമം നമുക്ക് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനോട് കൊടുക്കാൻ കഴിയും. ബാക്കി 95% ജോബ് ക്രിയേറ്റ് ചെയ്യേണ്ടതും പ്രൈവറ്റ് സെക്ടറിലെ സ്റ്റാർട്ടപ്സുകളും ബിസിനസ്സുകളുമാണ്. അപ്പൊ ചോദ്യമുണ്ടല്ലോ, ആരാണ് ഈ പ്രൈവറ്റ് സെക്ടറിലെ സ്റ്റാർട്ടപ്പുകളും ബിസിനസ്സുകളും ഉണ്ടാക്കേണ്ടത്?
അത് ഉണ്ടാക്കണമെങ്കിൽ അതിനനുയോജ്യമായ ഒരു ആവാസ വ്യവസ്ഥ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അൺഎംപ്ലോയ്മെന്റ് ആണ് റിസൾട്ട്. അതാണ് നമ്മൾ 40% അൺഎംപ്ലോയ്മെന്റ് യൂത്തിലേക്ക് വരുന്നത്. കുട്ടികൾ പകച്ചു നിൽക്കുകയാണ്, ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാരണം ജോബ് അന്വേഷിച്ച് നടക്കുന്നവരും ജോബ് ക്രിയേറ്റ് ചെയ്യുന്നവരും തമ്മിലുള്ള റേഷ്യോ ബാലൻസിങ് ഇവിടെ ഇല്ല. ഇവിടെ നമ്മൾ സ്റ്റാൻഫോർഡിനെ ഇൻസ്പയർ ചെയ്തിട്ട് പറയണം, ഓക്കെ, അവർ ആ ഇൻഡസ്ട്രി പാർക്കിലൂടെ സിലിക്കൺ വാലിയിലൂടെ ആ എക്കോണമി അവിടെ ഉണ്ടായി വന്നതാണ്. അവിടെ ഒരാൾ വരുമ്പോൾ എല്ലാ ടാലന്റുകളും കണക്ട് ആണ്. അവിടെ ബാങ്ക് കണക്ട് ആണ്, യൂണിവേഴ്സിറ്റീസ് കണക്ട് ആണ്, അവിടെ സ്കൂൾസ് ആൻഡ് കോളേജസ് എല്ലാം എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളും ഈ പ്രൈവറ്റ് സെക്ടേഴ്സും ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സും എല്ലാവരും അവിടെ കണക്റ്റഡ് ആണ്. ആ കണക്ട് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് പാത്ത് ക്ലിയർ ആണ്. ഓക്കെ, ഞാൻ ഇവിടെ തുടങ്ങിയാൽ അടുത്ത് എന്ത് ചെയ്യണമെന്ന്. ഓൺടർപ്രണേഴ്സ്, സക്സസ് ആവുന്ന ഓൺടർപ്രണേഴ്സ് ഒക്കെ പിന്നെയും എന്ത് ചെയ്യണം, അടുത്ത ഓൺടർപ്രണേഴ്സിനുള്ള ഫെസിലിറ്റേഷൻ കൊടുക്കുകയാണ്. അപ്പൊ അവർ സോഷ്യോ എക്കണോമിക് ഇമ്പാക്റ്റിലാണ് അവരെല്ലാവരും വർക്ക് ചെയ്യുന്നത്. നമുക്ക് പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ ചെറിയ ഹെൽപ്പുകളിൽ മാത്രമായിട്ട് ഒതുങ്ങി പോകുന്നുണ്ട്. ഈ സസ്റ്റൈനബിലിറ്റിക്കാണ് നമുക്കൊരു ഇൻവെൻഷൻ, ഒരു മെക്കാനിസം വേണ്ടത്. ഇപ്പൊ ടാൽഡ്രോപ്പ് പറഞ്ഞെന്താണ്, സ്റ്റാർട്ടപ്പുകളിലേക്ക് ക്യാപിറ്റൽ എന്ത് ചെയ്യാൻ പാടില്ല, പമ്പ് ചെയ്യാൻ പാടില്ല. അപ്പൊ കാര്യം അങ്ങനെ പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇത്രയും ക്യാഷ് പമ്പ് ചെയ്യുമ്പോൾ അതിന്റെ എന്തുണ്ടാവും, അവർക്ക് പ്രതീക്ഷ ഉണ്ടാവും. ഇപ്പൊ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് ചെയ്തു, അപ്പൊ അവർക്ക് എന്ത് ചെയ്യണം, ഇത്രയും ക്യാഷ് മാർക്കറ്റിൽ നിന്ന് ജനറേറ്റ് ചെയ്യണമെന്നാവും. അപ്പൊ സ്റ്റാർട്ടപ്പുകൾക്ക് പ്രഷർ ആവും. ഈ പ്രഷറിൽ എന്ത് ചെയ്യും, അവരെന്ത് ചെയ്യും, ഡെസ്പറേറ്റ് സെയിൽസിലേക്ക് പോകും. അപ്പൊ അവർ റോങ് കസ്റ്റമേഴ്സിലേക്ക് വിൽക്കും. അപ്പൊ കസ്റ്റമേഴ്സ് സാറ്റിസ്ഫാക്ഷൻ എന്ത് ഇല്ലാതെ വരുമ്പോൾ ലോങ് ടൈം സസ്റ്റെയിൻ ചെയ്യില്ല. നമ്മൾ പല സ്റ്റാർട്ടപ്സും കണ്ടതാണ്, $1 ബില്യൺ വാല്യുവേഷനിലേക്ക് വന്നിട്ട് പിന്നെ ഒന്നും അല്ലാതായി പോകുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവർക്ക് ഈ പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ സ്റ്റാർട്ടപ്പുകളിലേക്ക് ക്യാപിറ്റൽ, വലിയ ഫോഴ്സ് ക്യാപിറ്റൽ വരാതിരിക്കണമെങ്കിൽ അതിനൊരു സിസ്റ്റം വേണം. ആ സിസ്റ്റമാണ് ടാൽഡ്രോപ്പ് ഫസ്റ്റ് പറഞ്ഞു, ഓക്കെ, നമുക്ക് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാം. കാര്യം ഒരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വേണം, ഒരു ആശയം, 2-way കമ്മ്യൂണിക്കേഷൻ ആണ്. നമുക്കൊരു സംവിധാനം അങ്ങോട്ടേക്ക് കൊടുക്കണമെങ്കിലും അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എടുക്കണമെങ്കിലും ഒരു പ്രോപ്പർ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ വേണം. ഈ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന് ഹ്യൂജ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് വേണം. അപ്പൊ നമ്മൾ മനസ്സിലാക്കി, ഓക്കെ, ഒരു 100 സ്റ്റാർട്ടപ്സ് ഉണ്ടെങ്കിൽ ഈ 100 സ്റ്റാർട്ടപ്സും അവരവർക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം അത് ഒരുമിച്ച് ഒരൊറ്റ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നാലോ. ഓക്കെ, എന്നിട്ട് നമ്മൾ പറഞ്ഞ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് എല്ലാ സ്ഥലങ്ങളിലേക്കായിട്ട്. ഇപ്പൊ വില്ലേജ് പാർക്കുകൾ വരുമ്പോൾ ടോട്ടൽ 500 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് ടാൽഡ്രോപ്പിന് വേണം ഈ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഉണ്ടാക്കാൻ. അതായത് കേരളത്തിൽ നിന്നൊരു സ്റ്റാർട്ടപ്പ് ഉണ്ടായാൽ കേരളത്തിലെ 19,489 വാർഡുകളിലേക്കും അവർക്ക് അത് എത്തിക്കാൻ കഴിയുന്ന ഒരു ഡിസ്ട്രിബ്യൂഷനാണ്. ഈ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ എന്ത് ചെയ്താൽ മതി, നമ്മൾ പറഞ്ഞു 1064 വില്ലേജ് പാർക്കുകളുടെ ബിൽഡിംഗ് ഓണേഴ്സിനോട് പറഞ്ഞു, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത ഒരു ബിൽഡിംഗ് ഫെസിലിറ്റേറ്റ് ചെയ്താൽ നമ്മൾ നിങ്ങൾക്ക് റെന്റ് തരാം. അപ്പം പറയാം. അപ്പൊ ഈ സ്റ്റാർട്ടപ്പുകൾക്കൊന്നും, ഈ 100 സ്റ്റാർട്ടപ്സിനും ആ ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടില്ല, അവരുടെ ക്യാപിറ്റൽ ലയബിലിറ്റിയിലില്ല. എന്നിട്ട് നമ്മൾ ഇതിന്റെ എക്സ്പെൻസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെൻട്രൽ സിസ്റ്റം, ഒരു വെഞ്ചർ സ്റ്റുഡിയോ കോൺസെപ്റ്റ് ഉണ്ടാക്കി. അപ്പൊ ഇൻവെസ്റ്റേഴ്സിന് എന്ത് ചെയ്യും, ഇപ്പൊ നമ്മൾ പറയാം 100 സ്റ്റാർട്ടപ്പ് ഉണ്ടായാൽ 100 സക്സസ് ആവോ? ഒരിക്കലും ഇല്ല. അതിൽ 30-40 എണ്ണം കില്ല് ചെയ്ത് കളയേണ്ടി വരും. ഒരു ഉപകാരം ഇല്ലാതെ നമുക്കറിയാം ഇത് മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യില്ല, ലോങ് ടൈം പോകില്ല. ഇത്രയും വലിയ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം സപ്പോർട്ട് ഉണ്ടെങ്കിലും എല്ലാ സംവിധാനങ്ങളും ഉണ്ടെങ്കിലും ഇത് സസ്റ്റെയിൻ ചെയ്യില്ല എന്ന് നമുക്കറിയാം. അപ്പൊ അതിനെ കില്ല് ചെയ്ത് കളയാം. ഓക്കെ, അതെന്താണ്, അത് 6-ാം ഫേസിൽ തന്നെ നമുക്ക് മനസ്സിലായി ഇത് പോവില്ല, അത് മാറ്റിയാൽ മതി. ഇതൊന്നും ഇൻവെസ്റ്റേഴ്സ് അറിയരുത്. കാര്യം അവരൊരു 100 സ്റ്റാർട്ടപ്സിലാണ് അവരുടെ ഫണ്ട് നിൽക്കുന്നതെങ്കിലോ ഇത്രയും വലിയ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, കാര്യം അവരുടെ ₹1 പോലും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് യൂസ് ചെയ്യുന്നില്ല, അത് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് ആളുകൾ ചെയ്തു. ഇവിടെ ഓപ്പറേഷണൽ എക്സ്പെൻസ്, സ്റ്റാർട്ടപ്പിന്റെ ബേസിക് സാലറി എക്സ്പെൻസും അതിന്റെ ഡയറക്റ്റ് ഓപ്പറേഷണൽ എക്സ്പെൻസും മാത്രമേ ഇവർ നോക്കിയാൽ മതി. അപ്പൊ സ്റ്റാർട്ടപ്പുകളുടെ ബെനിഫിറ്റ് എന്താണ്, അവർക്ക് ഇപ്പോൾ ഒരു ₹10,000 ആണെങ്കിൽ 10 സ്റ്റാർട്ടപ്പ് 1000 വെച്ച് ഉണ്ടാക്കിയാൽ മതി. അവരുടെ ഒരു റോങ് കസ്റ്റമറിനും പ്രൊഡക്റ്റ് സെല് ചെയ്യേണ്ട. ഇതായിരുന്നു ടാൽഡ്രോപ്പിന്റെ ഒരു 3 ലെയർ ഇൻവെൻഷൻ. ഡിസ്ട്രിബ്യൂട്ടഡ് മെക്കാനിസത്തിലൂടെ ക്യാപിറ്റലും ഓപ്പറേഷണൽ എക്സ്പെൻസിന് വെഞ്ചർ സ്റ്റുഡിയോയും താഴെ സ്റ്റാർട്ടപ്പുകളും റവന്യൂ ഷെയർ മെക്കാനിസവും നമ്മൾ കൊണ്ടുവന്നു. അപ്പൊ ഇതൊക്കെ നമ്മൾ ഇൻസ്പയർ ചെയ്യുന്നത് സ്റ്റാൻഫോർഡിൽ നിന്നൊക്കെ അന്ന് വരുന്ന അവരുടെ ഒരു മോഡലുണ്ട്. ആ ക്യാമ്പസുകളിൽ അവരന്ന് ഇൻഡസ്ട്രി പാർക്ക് തുടങ്ങിയത്, ഓക്കെ, നമ്മൾ വന്ന് ടെക്കീസ് പാർക്ക് തുടങ്ങി. അവരെങ്ങനെയാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ്സ് കൊണ്ടുവന്നത്, അവർക്ക് എങ്ങനെയാണ് ഓൺടർപ്രണേഴ്സിന് സപ്പോർട്ട് കിട്ടിയത്, ആ ആവാസ വ്യവസ്ഥ എങ്ങനെയാണ് ഉണ്ടായി വന്നതെന്നുള്ള സംഭവം. ഇതിനെ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യാനുള്ള മെക്കാനിസമാണ് നമ്മൾ ചെയ്യുന്നത്. കാര്യം നമുക്ക് ഓൾറെഡി മോഡലുണ്ട്. ഇപ്പൊ ഹാച്ചർ മെഷീൻ വർക്ക് ചെയ്യുന്ന സംവിധാനം, കോഴി അതിന്റെ മുട്ടയ്ക്ക് 21 ദിവസം അടയിരിക്കുമ്പോൾ അത് വിരിയുന്ന പ്രോസസ്സ് മനസ്സിലായപ്പോഴാണ് ഒരു ഹാച്ചർ മെഷീൻ ഡെവലപ്പ് ചെയ്ത. അപ്പൊ ആ മുട്ടയ്ക്ക് അത്ര ചൂട് കിട്ടി അതും വിരിയും എന്ന് പറയുന്നത് പോലെ നമുക്ക് ചില എലിമെന്റ്സുകൾ നമ്മൾ എന്ത് ചെയ്യണം, ഓക്കെ, ഇന്നതുണ്ടെങ്കിലേ അത് അവിടെ കണക്ട് ആവുള്ളൂ. അപ്പോൾ അതിന് മാൻ പവർ ഡെവലപ്മെന്റ്സ് വേണം. അപ്പൊ സ്കൂളുകളിൽ ഇന്നത് ചെയ്യണം, അപ്പൊ ഈ കോളേജുകളിൽ ഇന്നത് ചെയ്യണം. ഇങ്ങനെ ടാൽഡ്രോപ്പ് ഇൻസ്പയർ ചെയ്തിട്ടാണ് ആ എക്കോ സിസ്റ്റം ഡിസൈനിലേക്ക് വന്നത്. വൺസ് ഈ എക്കോ സിസ്റ്റം മെച്ചുർ ആയി, ഇപ്പൊ 2026 ജൂലൈ 1-ാം തീയതിയാണ് നമ്മുടെ കേരളത്തിൽ നമ്മുടെ എക്കോ സിസ്റ്റത്തിന്റെ മെച്യൂരിറ്റി ഡേറ്റ് ഇട്ടേക്കുന്നത്. 2015 മുതൽ 11-ാമത്തെ വർഷം. അപ്പൊ നമുക്ക് മനസ്സിലാവും, നമ്മളൊരു സംവിധാനം ചെയ്തു കഴിഞ്ഞാൽ, ഒരു കുട്ടി പറയണം, ഓക്കെ, അവരുടെ ഡോക്ടേഴ്സിന്റെ ഒരു പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് 1000 ഡോക്ടേഴ്സ് വേണമെന്ന് പറഞ്ഞാൽ ഒരു ടിക്ക് മതി 1000 ഡോക്ടേഴ്സിനെ കണക്ട് ചെയ്ത് കൊടുക്കാൻ. അവരൊരു ബ്രാൻഡ് അംബാസിഡറിനെ കൊണ്ടുവരേണ്ട, മാർക്കറ്റിങ്ങിന് ഫണ്ട് പമ്പ് ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട. അവർക്ക് എന്ത് ചെയ്യും, അവർക്ക് വേണ്ടത് അതിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഈ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന്റെയാണ്. അപ്പം ഇൻസ്പിറേഷൻസ് സ്വാഭാവികമായിട്ട് നമുക്ക് വേണം.
കാരണം ഒരു കാര്യം ഇങ്ങനെയാണല്ലോ നടന്നത് എങ്കിൽ എന്തുകൊണ്ട് നമുക്കത് ചെയ്തുകൂടാന്നുള്ളതാണ്. പക്ഷെ അവർക്ക് ഇപ്പൊ അമേരിക്കയിൽ ചെയ്ത ആ മോഡൽ അതുപോലെ നമുക്ക് ഇവിടെ കോപ്പി ചെയ്യത്തില്ല. കാര്യം നമ്മുടെ ജനങ്ങൾ അങ്ങനെയല്ല ചിന്തിക്കുന്നത്, നമ്മുടെ സാഹചര്യങ്ങൾ അങ്ങനെയല്ല. അപ്പം ഇവിടെ നമ്മളുടെ എക്സിക്യൂഷനിൽ നമ്മളൊരു ഡിഫറെന്റ് മെക്കാനിസം കൊണ്ടുവരണം. കാര്യം ആളുകളെ വിശ്വസിപ്പിക്കുന്നത് മുതൽ ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് നമ്മൾ എടുക്കാനുണ്ട്. കാരണം അവർ കണ്ടിട്ടില്ലാത്തതൊന്നും അവർ വിശ്വസിക്കില്ല. അവർ കണ്ടിട്ടില്ലാത്തതെല്ലാം, അവർക്ക് വിശ്വസിക്കാൻ പറ്റാത്തതെല്ലാം തട്ടിപ്പുകളാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കണം, ഇത് നിങ്ങളുടെ കുട്ടികൾ എങ്ങനെയാണ് ഇതിലേക്ക് മാറ്റം വരുന്നത്, നിങ്ങളുടെ കുട്ടികൾ എന്തുകൊണ്ടാണ് അൺഎംപ്ലോയ്മെന്റിൽ എത്തിയത്, MSc റാങ്ക് ഹോൾഡറിന് എന്തുകൊണ്ട് ജോബ് ഇല്ലാതെ നിൽക്കുന്നുണ്ട്, ആ സാഹചര്യങ്ങൾ ഇന്നത് മാറ്റിയിരുന്നെങ്കിലോ എന്ന് ചിന്തിപ്പിക്കുമ്പോൾ ശരിയാണ്. അപ്പൊ അതിന് എന്ത് ചെയ്യാൻ കഴിയുന്ന ഒരു മോഡൽ കാണിച്ചു കൊടുക്കുമ്പോൾ ഓക്കെ, അത് ഓക്കെയാണ്. അതിന്റെ റിസൾട്ട് കാണുമ്പോൾ അത് ഓക്കെയാണ്. ഇങ്ങനെയാണ് നമ്മൾ പറയല്ലേ, വെൻ റിസൾട്ട് സ്പീക്സ് പീപ്പിൾ ആർ ഫോഴ്സ്ഡ് ടു ബിലീവ്. റിസൾട്ട് കണ്ടാലേ ആളുകളെ വിശ്വസിക്കുള്ളൂ. അപ്പൊ നമ്മൾ ഓരോ റിസൾട്ട് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുന്നതിൽ ഫോക്കസ് ചെയ്യണം. അങ്ങനെയാണ്. കാര്യം നമ്മൾ പറയുന്ന ഒരു വലിയ ആശയമാണ്, ഗവൺമെന്റും പ്രൈവറ്റും എല്ലാവരും ഒരുമിച്ച് നിന്നാൽ മാത്രം നടക്കുന്ന ഒരു സംവിധാനമാണ്. ആർക്കും വൺ മാൻ ഷോ കളിക്കാനോ അല്ലെങ്കിൽ ഒരു സ്ഥാപനം വിചാരിച്ചാലോ നടക്കുന്ന ഒരു മാറ്റത്തെക്കുറിച്ചല്ല പറയുന്നത്. മോഡൽ കാണിച്ചു കൊടുക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. നമുക്ക് വേണ്ടത് നമുക്ക് എടുക്കാം. നമ്മൾക്ക് നമ്മുടെ ബിസിനസ്സിന് വേണ്ട മാൻ പവർ, നമുക്ക് വേണ്ട R&D, നമ്മൾക്ക് വേണ്ട അസറ്റ്സ് ഒക്കെ നമുക്ക് ഇതിൽ ഉണ്ടാക്കിയെടുത്തിട്ട് ബാക്കി ഒരു മോഡലാക്കിയിട്ട് കാണിച്ചു കൊടുക്കണ്ട. നമ്മളിതിൽ സക്സസ് ആയി, നിങ്ങളും ചെയ്തോ, നിങ്ങളും സക്സസ് ആകും എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സ്റ്റാൻഫോർഡിനെ ഇൻസ്പയർ ചെയ്ത് കൊണ്ടുവരികയും ഇനി മറ്റ് കമ്പനികൾ ടാൽറോപ്പിനെ ഇൻസ്പയർ ചെയ്തിട്ട് അവർ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ്. കാര്യം 10 ലക്ഷം ജോബ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന ടാൽറോപ്പിന്റെ CEO എന്നുള്ള ലെവലിൽ ഞാൻ ചിന്തിക്കുകയാണ്. 10 ലക്ഷം ജോബ് ഞാൻ ക്രിയേറ്റ് ചെയ്യും എന്ന് പറയുന്നത് എന്റെ ഈഗോയാണ്. പക്ഷെ എനിക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ ചിന്തിക്കാം, 1000 ജോബ് കൊടുക്കുന്ന 1000 ഓൺടർപ്രണേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം ഞാൻ ഉണ്ടാക്കിയാലും 10 ലക്ഷം ജോബോ. അപ്പൊ ഞാൻ തന്നെ 10 ലക്ഷം ജോബ് ക്രിയേറ്റ് ചെയ്യണമെന്നില്ല. 10 ലക്ഷം ജോബ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു എക്കോസിസ്റ്റം ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, അങ്ങനെ ചിന്തിച്ച് തുടങ്ങിയപ്പോഴാണ് നമുക്കൊരു ഓപ്പൺ മൈൻഡ് സെറ്റ് വന്നത്. അപ്പൊ നമ്മൾ എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യാൻ ഉള്ള ഒരു മാനസികാവസ്ഥ വന്നത്. കോമ്പറ്റീഷനെ കുറിച്ച് നമുക്ക് കൺസേൺ ഇല്ല. കാര്യം നമ്മൾ കോമ്പറ്റീറ്റ് ചെയ്യാമെന്നല്ല, നമുക്ക് ജോബ് ക്രിയേഷൻ ആണ്. ഇപ്പൊ നമ്മുടെ നോട്ടീസ് പീരീഡ് ഇല്ലാത്ത എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ പേർപ്പസ് തന്നെ ജോബ് ക്രിയേഷൻ ആണ്. അപ്പൊ ഒരാൾക്ക് 50,000 സാലറിയിൽ വേറൊരു കമ്പനി ജോബ് കിട്ടിയാൽ അവർ പൊയ്ക്കോട്ടെ, അവർക്ക് എന്ത് നോട്ടീസ് പീരീഡ് നമ്മൾ ബ്ലോക്ക് ചെയ്യണം. കാര്യം നമുക്ക് സന്തോഷമല്ലേ വേണ്ടത്, അവർക്ക് 50,000 സാലറിയിൽ ജോബ് കിട്ടി. അപ്പൊ നമ്മുടെ പർപ്പസിൽ നമ്മൾ ഉറച്ചു നിൽക്കാൻ തയ്യാറാകുമ്പോൾ നമുക്ക് വളരെ ഓപ്പൺ ആയിട്ട് ചിന്തിക്കാനും ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് കിട്ടുകയും ചെയ്യും. നമ്മൾ ക്ലോസ്ഡ് ആകുമ്പോൾ, നമ്മൾ നാരോ മൈൻഡ് സെറ്റ് ആകുമ്പോൾ, ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, കോമ്പറ്റീഷൻസിനെ കുറിച്ച് ടെൻഷൻ ആവും. അപ്പൊ നമ്മൾ ചെറുതാവേം, സത്യത്തിൽ നമ്മൾ വലുതാവുന്നില്ല. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ഇൻസ്പയർ ചെയ്യപ്പെടും, നമ്മൾ ഇൻസ്പയർ ചെയ്തു, ഇനി നമ്മൾ ഇൻസ്പയർ ചെയ്യപ്പെട്ടിട്ട് വരുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടായി വരിക എന്നുള്ളതാണ് നമ്മുടെ പർപ്പസ്. അപ്പോൾ ശരിക്കും സ്റ്റാൻഫോർഡ് പോലെ തന്നെ വളരെ ബ്രോഡ് ആയിട്ടുള്ള ഒരു വിഷനോട് കൂടിയാണ് ടാൽറോപ്പ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ എന്നാൽ സാർ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു ആ കോൺസെപ്റ്റിന്റെ ഒരു പൂർണ്ണ രൂപം നമുക്ക് സാറിന്റെ എക്സ്പ്ലനേഷനോട് മനസ്സിലായി. പക്ഷെ എന്നാലും നമ്മൾ പെട്ടെന്ന് കേരള സമൂഹത്തിലെ ജനങ്ങളെ ഏറ്റെടുക്കുന്നത്, അതങ്ങ് സ്റ്റാൻഫോർഡിലല്ലേ, അമേരിക്കയിലല്ലേ, ഇത് നമ്മുടെ കൊച്ചു കേരളമല്ലേ, ഇവിടെ ഇതൊക്കെ നടക്കും, അതൊക്കെ സാധ്യമുള്ള കാര്യം തന്നെയാണോ എന്നൊരു സംശയവും ഒക്കെ വരാറുണ്ട്. സാർ അതിനൊരു ചെറിയൊരു മറുപടി കൂടി കൊടുക്കാൻ നമുക്ക്. അതെ, നമ്മളിപ്പോ പറയുന്നത് നമ്മുടെ ഒരു സബ് കോൺഷ്യസ് തിയറിയിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മുടെ സബ് കോൺഷ്യസിൽ വിശ്വസിക്കാത്ത ഒരു സംവിധാനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കോൺഷ്യസ് ബ്രെയിൻ വർക്ക് ചെയ്യില്ല, കോൺഷ്യസ് മെമ്മറി വർക്ക് ചെയ്യില്ല. നമ്മൾ അടിസ്ഥാനപരമായി വിശ്വസിക്കുന്നത് നമുക്ക് ഒരാളെ ഫേക്ക് ചെയ്യാം, ആക്ട് ചെയ്യാം, ഓക്കെ എന്നൊക്കെ പറയാം. പക്ഷെ നമ്മുടെ ഉള്ളിൽ അറിയാം ഇത് നടക്കൂല. അപ്പൊ പിന്നെ നമ്മളിനി എങ്ങനെ പ്രവർത്തിച്ചാലും സത്യത്തിൽ ഇത് നടക്കൂല. കാര്യം നമുക്ക് അറിയാലോ നമ്മളിത് നടക്കൂല. ഇപ്പൊ നമ്മളൊരു കുളത്തിൽ നിന്ന് എടുത്ത് അപ്പുറത്ത് ചാടുമ്പോഴേക്ക് നമ്മുടെ സബ് കോൺഷ്യസ് വരേണ്ടായത് നിന്നെ കൊണ്ട് ചാടിയേ എത്തൂല, നീ പകുതി വഴി വീണ് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിനി എത്ര എഫേർട്ട് എടുത്താലും നമ്മൾ എന്ത് ചെയ്യും, അവിടെ അങ്ങ് വീണ് പോകുന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ സബ് കോൺഷ്യസിൽ ഉറപ്പായിട്ടുണ്ട് എനിക്കിത് ഈസി ആയിട്ട് ചാടാൻ പറ്റും, എത്രയല്ലേ ദൂരമുള്ളൂ, എനിക്ക് അത്രയും നീളമില്ലേ, നീ ചാടിക്കോ എന്ന് പറഞ്ഞാൽ നമ്മളത് ചാടി മറികടക്കും എന്നുള്ളൊരു സംവിധാനമുണ്ട്. അപ്പൊ ഇതുപോലെയാണ് നമ്മൾ പലപ്പോഴും പറയുമ്പോൾ ഒരു ഷട്ടർ റൂമിൽ നിന്ന്, ഒരു ഗ്യാരേജിൽ നിന്ന് തുടങ്ങിയ മാർക്ക് സുക്കർബർഗ് ഇന്ന് കണ്ട വലിയ മെറ്റയായി, അവര് ജെഫ് ബെസോസ് ഇത്രയും വലിയ ആമസോൺ ഉണ്ടാക്കി, ഗൂഗിൾ ഇതാ ഇത്രയും വലിയ സംവിധാനമായി, ആപ്പിൾ ഇതാ ഈ ഗ്യാരേജിൽ നിന്ന് ഇത്രയും വലിയ സംവിധാനമായി, ടെസ്ല ഇതാ ഈ ഗ്യാരേജിൽ നിന്ന് ഇത്രയും വലിയ സംവിധാനമായി എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കുന്ന അടിസ്ഥാനപരമായ ചോദ്യം, ഒരു ഗ്യാരേജിൽ നിന്നാണല്ലോ അവരിതെല്ലാം ഉണ്ടാക്കിയത്? ഒന്നുമല്ല, ഒരു ചെറിയ റൂമിൽ നിന്ന് തന്നെയല്ലേ അവരിത് വന്നിട്ടുള്ളത് ആണ്. അപ്പൊ ഇതുപോലെ തന്നെ അല്ലേ നമ്മുടെയും ഓരോ കുട്ടികളും, ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞ ഒരാള് ഒരു ഗ്യാരേജിൽ നിന്ന് ഒരു സംഭവം തുടങ്ങുമ്പോൾ അത് ഗൂഗിൾ ആയിക്കൂടെ ആകാം. അപ്പൊ ഇതെന്താണ് ഇവർ ചിന്തിക്കുന്നത്? അമേരിക്കക്കാർ, നമ്മുടെ ചിന്താഗതിയാണ്, നമുക്ക് തന്നെ തോന്നൽ വരെയാണ് നമ്മൾ 2ാം കിട പൗരനാണ്, നമ്മൾ ഉണ്ടാക്കിയ ഗൂഗിൾ ഉണ്ടാകില്ല എന്നുള്ളൊരു ചിന്ത. നമ്മൾ ഉണ്ടാക്കിയ മൈക്രോസോഫ്റ്റ് ഉണ്ടാകില്ല, നമ്മൾ ഉണ്ടാക്കിയ മെറ്റ ഉണ്ടാകില്ല, നമ്മൾ ഉണ്ടാക്കിയ ടെസ്ല ഉണ്ടാകില്ല, നമ്മൾ ഉണ്ടാക്കിയ ആപ്പിൾ ഉണ്ടാകില്ല. ആ തോട്ട് പ്രോസസ് ആണ് ഒന്നാമത്തെ തെറ്റ്. അതായത് നമ്മുടെ സബ് കോൺഷ്യസിൽ അത് അമേരിക്കക്കാർക്കാണ്, അവർക്കത് ചെയ്യാൻ പറ്റുന്നതാണ്, അവർക്ക് മാത്രമായിട്ടൊരു പ്രത്യേകതയില്ല, അവർക്കുള്ള അതേ മാനസികാവസ്ഥ തന്നെയാണ് നമുക്കുള്ളത്, നമ്മുടെ ബ്രെയിനും അത് തന്നെയാണ്, നമ്മുടെ സർക്കംസ്റ്റൻസ് അത് തന്നെയാണ്. പക്ഷെ ചില കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു ഫേസും കൂടി വർക്ക് ചെയ്യേണ്ടി വന്നേക്കാം. കാര്യം അവരിലുള്ള ഒരു സംവിധാനം നമ്മുടെ ഇല്ല, അതുണ്ടെങ്കിൽ നമുക്കും ചെയ്യാം എന്നുള്ളൊരു സംഭവമാണ്. അപ്പൊ ഇവിടെ നമുക്ക് വേണ്ടത് മോഡൽസ്, റോൾ മോഡൽസ് വരേണ്ടതുണ്ട്. ഇപ്പം
ഞാൻ ഇൻസ്പയർ ചെയ്തത് ജാക്മ ആയിരുന്നു. ചൈനയുടെ കുടിൽ വ്യവസായങ്ങളെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ എത്തിച്ച ജാക്മ അലിബാബ എന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുമ്പോൾ ഓക്കെ ജാക്മയ്ക്ക് ഇത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കും ചെയ്യാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുക. ഓക്കെ, ഇപ്പൊ ആപ്പിളിന്റെ ബ്രാൻഡ് സ്റ്റീവ് ജോബ്സ് ആ ബ്രാൻഡ് ഉണ്ടാക്കിയെടുത്ത സംവിധാനം, അല്ലെങ്കിൽ ഇലോൺ മസ്ക് ഫ്യൂച്ചർ പ്രഡിക്ട് ചെയ്യുന്ന മെക്കാനിസം നോക്കിയപ്പോഴും ഓക്കെ അപ്പൊ കമ്മ്യൂണിറ്റി ഡ്രോൺ ആയിട്ടൊരു കമ്പനി ഉണ്ടാക്കണം. അപ്പൊ ഒരു 3 ഇൻസ്പിറേഷനാണ് നമുക്ക് ജാക്മയുടെ കമ്മ്യൂണിറ്റിയും സ്റ്റീവ് ജോബ്സിന്റെ ബ്രാൻഡ് ക്രിയേഷൻസും ഇലോൺ മസ്കിന്റെ ഫ്യൂച്ചർ പ്രഡിക്ഷൻസും കമ്പൈൻ ചെയ്തിട്ടാണ് ആക്ച്വലി ആ 3 ഇൻസ്പിറേഷൻ എടുത്തിട്ടാണ് നമ്മൾ ടാൽഡ്രോപ്പ് ഡെവലപ്പ് ചെയ്തത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് ആളുകൾ അത്ര പെട്ടെന്ന് ഈസി ആയിട്ട് വിശ്വസിപ്പിക്കാനൊന്നും നമുക്ക് കഴിയില്ല. കാരണം അവർ റിലേറ്റ് ചെയ്ത് നോക്കുന്നത് അവരുടെ തോട്ട് പ്രോസസ്സിലാണ്, അവർ ചെയ്തിട്ടുള്ള അവരുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് അവരെന്ത് ചെയ്യുന്നത്, ചിന്തിക്കുന്നത്. പക്ഷെ എല്ലാവർക്കും അറിയാം എന്താണ് ഓക്കെ അമേരിക്കക്കാർ ഇങ്ങനെ ചെറിയ റൂമിൽ നിന്ന് തന്നെയാണ് ഇത്രയും വലുതായിട്ടുള്ളതെന്നും അവർക്കറിയാം. പക്ഷെ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത എന്താണ്, ഇവിടെ നിന്ന് അതൊരു വലിയ സക്സസ് വന്നിട്ടില്ല, എക്സെപ്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തോ ഉണ്ടായിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് അവർക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനമില്ല. ആ റിലേറ്റ് ചെയ്യാൻ കഴിയാത്തിടത്തോളം കാലം നമ്മൾക്ക് എന്ത് ചെയ്തിട്ടില്ല, അവരെ അന്ധമായിട്ടങ്ങ് വിശ്വസിപ്പിക്കാനൊന്നും പറ്റില്ല. ഇവിടെ ഗൂഗിൾ ഉണ്ടാകും എന്ന് പറയത്തില്ല, നമുക്ക് വഴികൾ കാണിച്ചു കൊടുക്കാനാണ്. ഇപ്പൊ ടാൽഡ്രോപ്പ് ഗൂഗിൾ ഉണ്ടാക്കുന്ന വിഷയം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഗൂഗിളും മൈക്രോസോഫ്റ്റും മെറ്റയും ടെസ്ലയും ആമസോൺ ഒന്നും എന്തായാലും അമേരിക്കക്കാരുടെ പ്രശ്നം സോൾവ് ചെയ്യുന്ന കമ്പനിയല്ല, ലോകത്തുള്ള 193 രാജ്യങ്ങളുടെ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ടെക്നോളജി കമ്പനികളാണ്. അപ്പൊ അതുപോലൊരു ടെക്നോളജി കമ്പനിയാണ് നമ്മൾ ഗൂഗിൾ എന്ന് പറയുന്നത്. അല്ലാണ്ട് ഗൂഗിൾ എന്ന് പറഞ്ഞാൽ ഇനി ഒരു യൂട്യൂബ് കോപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ മെറ്റ എന്ന് പറയുമ്പോൾ ഇനി ഒരു ഫേസ്ബുക്കിന്റെ കോപ്പി ഉണ്ടാക്കാനോ വാട്സാപ്പിന്റെ കോപ്പി ഉണ്ടാക്കാനല്ല. ഇനി സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണ്, അതിനുള്ള സൊല്യൂഷൻ ഇൻവെന്റ് ചെയ്ത് അത് പ്രൊഡക്ഷൻ നടത്തി അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അതിന് സർവീസ് ചെയ്യണം. ഈ 4 കാര്യങ്ങളാണ് ലോകം നിൽക്കുന്നത്: ഇൻവെൻഷൻ, പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സർവീസ്. ഇത് ചെയ്യുന്ന ഒരു ടെക്നോളജി കമ്പനി ഗൂഗിൾ പോലെ മൈക്രോസോഫ്റ്റ് പോലെ ടെസ്റ്റ പോലെ ഒരു കമ്പനി ആകും ടാൽഡ്രോപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നതിന് വഴിയും കൂടെ ഉണ്ട്. 35,000 കോടിയാണ് നമുക്ക് വേണ്ട ക്യാപിറ്റൽ. ഈ 35,000 കോടി ക്യാപിറ്റൽ ഗവൺമെന്റിന് നേരത്തില്ല, CSR ഫണ്ട് കിട്ടില്ല, നമ്മളിപ്പോ പറയുന്ന എനിക്ക് ബാങ്കിന് തരാൻ കഴിയില്ല, കോർപ്പറേറ്റ് ഫണ്ട് അക്സെപ്റ്റ് ചെയ്യത്തില്ല, ജനങ്ങളുടെ പിരിക്കത്തില്ല, ഡിസ്ട്രിബ്യൂഷൻ ഫ്രാഞ്ചൈസി ഫണ്ട് പറ്റില്ല. അപ്പൊ 6 സോഴ്സ് ഓഫ് ഫണ്ടും പറ്റില്ല. അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് ക്യാപിറ്റൽ വേണം 35,000 കോടി. അപ്പൊ ഈ 35,000 കോടി ക്യാപിറ്റൽ വേണമെങ്കിൽ നമ്മൾ അതിനെ അസറ്റ്സ് ഉണ്ടാക്കണം. ഇപ്പൊ 1,000 കോടിയുടെ ഒരു അസറ്റ്, ഒരു അസംബ്ലി കോൺസ്റ്റിറ്റ്യൻസി ഒരു സ്റ്റാർട്ടപ്പ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയാൽ, അങ്ങനെ 140 അസംബ്ലി കോൺസ്റ്റിറ്റ്യൻസി ഓരോന്നും ഉണ്ടാക്കാൻ പറ്റിയ 1,40,000 കോടിയുടെ അസറ്റായി. അതിന്റെ 25% ഷെയർ കൊടുത്താൽ നമുക്ക് 35,000 കോടി ഉണ്ടാക്കാം. അപ്പൊ വഴികളുണ്ട്, പക്ഷെ എഫേർട്ട് എടുക്കണം. അങ്ങനെ വെറുതെ ഒന്നും 35,000 കോടി ഒന്നും കിട്ടില്ല. നമ്മൾ പറഞ്ഞ 10,000 എഞ്ചിനീയേഴ്സ് വേണം. 10,000 എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു 1000 സ്കൂളിൽ നിന്ന് ഒരു 10 കുട്ടികളെ കിട്ടിയാൽ മതി. ഒരു 10 വയസ്സുള്ള കുട്ടിയെ നമ്മൾ ട്രെയിനിങ് ആരംഭിച്ചു. റോബോട്ടിക്സും AI-യും മെറ്റാവേഴ്സും AR-ഉം VR-ഉം 3D പ്രിന്റിംഗ് ഒക്കെ അറിയാവുന്ന ഒരു 20 വയസ്സുള്ള ഒരു 10,000 എഞ്ചിനീയേഴ്സ് ഉണ്ടെങ്കിലോ, അപ്പൊ 10 വയസ്സിൽ നമ്മൾ ട്രെയിനിങ് തുടങ്ങിയാൽ ഒരു 10 വർഷങ്ങൾക്കപ്പുറം നമുക്ക് 10,000 എഞ്ചിനീയേഴ്സിനെ കിട്ടും. വേൾഡ് വൈഡ് നമുക്കൊരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വേണം. അപ്പൊ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ തുടങ്ങാം. നമുക്ക് ക്യാപിറ്റൽ ഉണ്ട്, നമുക്ക് മാൻ പവർ ഉണ്ട്, നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ തുടങ്ങാം. അപ്പൊ നമ്മൾ ഇത് ഉണ്ടാക്കണം. അപ്പൊ വെറുതെ ആഗ്രഹിക്കുക എന്നുള്ളതല്ല, നമ്മൾ ചില ആളുകൾ ഇന്റൻഷനോടുകൂടി ഇറങ്ങാൻ തയ്യാറാകുക, ഒരു വിൽ പവർ അവർ കാണിക്കുക. ഒന്നും ആകാശത്ത് നിന്ന് പൊട്ടി വരുന്നതല്ല, ഒരു ഇലോൺ മസ്കും ആകാശത്ത് നിന്ന് പൊട്ടി വീണതല്ല, ഒരു മാർക്ക് സുക്കർബർഗും ആകാശത്ത് നിന്ന് പൊട്ടി വീണതല്ല. അതിനൊരു എഫേർട്ട് ഉണ്ട്. ഒന്ന് ഓക്കെ സൊസൈറ്റിയിൽ വലിയൊരു പ്രോസസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ സ്റ്റാൻഫോർഡിൽ ആ 40-50 കാലഘട്ടങ്ങളിൽ നടന്നിട്ടുള്ള ഇൻഡസ്ട്രിയൽ പാർക്ക് പോലും അവരുടെ എക്കോണമിയെ കാലിഫോർണിയനെ നല്ല ലെവലിലേക്ക് ആക്കി. അവർക്കൊരു ആവാസ വ്യവസ്ഥ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് നമ്മളും എടുത്താൽ നമുക്കും അങ്ങനെ ഉണ്ടാകാം. റിസൾട്ട് അതാണ്. ഒരു റിസൾട്ടിന്റെ ഒരു പ്രോസസ്സിന്റെ ഔട്ട്കം ആണ് റിസൾട്ട്. റിസൾട്ട് മാത്രം ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, പ്രോസസ്സ്, അതിന്റെ ഫൗണ്ടേഷൻ, നമ്മൾ അതിന്റെ വിത്ത് ഇട്ടിട്ടുണ്ടോ എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. അതാണല്ലോ വളർന്ന ആ റിസൾട്ടിലേക്ക് വരുന്നത്. ടാൽഡ്രോപ്പ് പറയുന്ന സംവിധാനം ഇത് പോസിബിൾ ആണ്. അത് നമ്മുടെ സബ് കോൺഷ്യസിൽ ആദ്യം എന്ത് ചെയ്യണം, അതിന് കുറെ എവിഡൻസുകൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സബ് കോൺഷ്യസ് അത് വിശ്വസിക്കും. നമ്മുടെ സബ് കോൺഷ്യസ് വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോൺഷ്യസ് അതിന് വേണ്ടി എന്ത് ചെയ്യും, വർക്ക് ചെയ്ത് തുടങ്ങും. മറ്റത് ആക്ടിങ് ആണ്. തൽക്കാലത്തേക്ക് ആളുകളെ എന്താണ് കബളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആക്ടിങ് ആണ്. നമ്മൾ അങ്ങനെയല്ല. നമ്മുടെ സബ് കോൺഷ്യസിൽ നമ്മൾ കൃത്യമായി വിശ്വസിക്കുന്നുണ്ട് 2030 കേരളത്തിൽ നിന്ന് ഗൂഗിളും മൈക്രോസോഫ്റ്റും മെറ്റയും ടെസ്ലയും ഉണ്ടാകും. ആ സബ് കോൺഷ്യസിൽ അത് വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കോൺഷ്യസ് അതിന് വേണ്ടിയിട്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനുവേണ്ടി ശക്തമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മളെ വിശ്വസിക്കുന്ന ഒരു വലിയ സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്ന് വലിയൊരു മാൻ പവർ എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടായി വരുന്നുണ്ട്. അത് വലിയ മാറ്റം ഉണ്ടാകും. കാര്യം നമ്മളൊരു കമ്പനിയുടെ ആസ്പെക്ടിൽ പറയുന്നതല്ലോ. കാര്യം നമ്മൾ ഈ പറയുന്ന ഒരു ബോണ്ടും ചെയ്യുന്നില്ല. നമ്മൾ സ്കൂളുകളിൽ നിന്ന് കുട്ടികളെ പഠിപ്പിച്ചിട്ട് നമ്മളൊരു ബോണ്ടും ചെയ്യുന്നില്ല. അവര് വന്നിട്ട് അവരുടെ കമ്പനിയാണ് തുടങ്ങാൻ പോകുന്നത്. ആ കമ്പനിയാണ് ഇവിടെ ജോബ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ സമൂഹത്തിന്റെ മൊത്തത്തിലൊരു മാറ്റം നമ്മളൊരു മോഡൽ കാണിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാനുള്ള ഒരു മോഡൽ നമ്മൾ എന്ത് ചെയ്യണം, കാണിച്ചു തരുവാണ്. അപ്പൊ 2026 ജൂലൈ മുതൽ ടാൽഡ്രോപ്പിന്റെ ഏതൊരു സ്റ്റാർട്ടപ്പും ഈസി ആയിട്ട് എന്ത് ചെയ്യും, എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തും വളരെ ഈസി ആയിട്ട്. അപ്പം പിന്നെ ഇവർക്ക് കോൺഫിഡൻസ് വരും. ഒരു ആശയം കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഈ എക്കോസിസ്റ്റത്തിൽ എല്ലാം ഉണ്ട്. അപ്പൊ കൂടുതൽ ഇൻക്യുബേറ്റേഴ്സ് വരും, ആക്സിലേറ്റേഴ്സ് വരും, എല്ലാവരും വരും. കാര്യം എക്സ്പേർട്സുകൾ എല്ലാവരും ഉണ്ട്. ലീഗൽ എക്സ്പേർട്സ് കൊടുക്കാൻ ഇവിടെ ആളുണ്ട്, ഫിനാൻഷ്യൽ എക്സ്പെർട്ടൈസ് കൊടുക്കാൻ ആളുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ എല്ലാവരും മാറി നിൽക്കുകയാണ്. പകരം പോസിബിൾ ആണെന്ന് കണ്ടാൽ ഇവരെല്ലാവരും ഒരുമിക്കും. അതിനെ നമ്മൾ ടാലന്റുകളെ റോപ്പിംഗ് എന്ന് പറയുന്നത്.
താങ്ക് യു സർ, താങ്ക് യു. ശരിക്കും നമുക്കൊരു ഗൂസ് ബംസ് വരുന്നത് കേട്ട് കഴിയുമ്പോൾ തന്നെ. അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന പോലെ തന്നെ 2030 കൂടി ഒരു ചൈൽഡ് ഡ്രോപ്പ് അല്ലെങ്കിൽ കേരളം എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു സിലിക്കൺ വാലി ഒക്കെ ആയി മാറട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. താങ്ക് യു. ഇനി ശങ്കരൻ സാറിലേക്ക് വരുന്നു. സർ, ഇപ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് എന്ന ഒരു കോൺസെപ്റ്റ്, അതായത് ക്യാമ്പസുകളിലേക്ക് നമ്മൾ ഇൻഡസ്ട്രീസ് കൊണ്ടുവരുമ്പോഴത്തേക്കും ശരിക്കും അതൊരു ഹെർക്യൂലിയൻ ടാസ്ക് ആണോ, അതോ അത് എളുപ്പമായിട്ട് നമുക്ക് സാധ്യമാകുന്ന ഒരു പ്രവർത്തനമാണോ? സാറിന് അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അല്ല, ഇപ്പം നമ്മൾ ഈ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് എന്ന് പറയുന്ന ഏത് രീതിയിൽ നമ്മൾ എടുത്താലും നമ്മളൊന്ന് ആലോചിക്കേണ്ടത് 2000 വരെ അല്ലെങ്കിൽ 1900 അവസാനം വരെ ഇന്ത്യയും ചൈനയും ഏതാണ്ട് ഒരേ GDP ആയിരുന്നു. ഈ 2000-ന് ശേഷമാണ് ചൈന ഒരു കുതിച്ചുചാട്ടം നടന്നത്. ഈ കുതിച്ചുചാട്ടം നടന്ന കാലഘട്ടത്തിൽ അവരുടെ ഈ എക്കണോമി വളർത്തുന്നതിന് വേണ്ടി ഇൻഡസ്ട്രിയും അക്കാഡമിക്സും തമ്മിലുള്ള ഒരു ബന്ധം നമ്മൾ വളരെ നന്നായിട്ടൊരു ഒരു ബോണ്ടിങ് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഒരു വിഷയം വന്നത് 1950-കളിൽ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അക്കാഡമിക് രംഗത്ത് ഒരു കുതിച്ചുചാട്ടം തുടങ്ങുന്നതിന് വേണ്ടിയുള്ള ശ്രമം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തന്നെ തുടങ്ങി. അന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വളരെ വിരലിലെണ്ണാവുന്ന യൂണിവേഴ്സിറ്റികളായിരിക്കും ഇന്ത്യയിലുണ്ടാവുന്നത്. ഇപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 60,000 ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയിലുണ്ട്. യൂണിവേഴ്സിറ്റികൾ എടുത്താൽ 1500 യൂണിവേഴ്സിറ്റി ഉണ്ട്. പിന്നെ IIT, ISAR തുടങ്ങിയ സ്ഥാപനങ്ങൾ വേറെയുണ്ട്. ഈ കോളേജുകൾ കൂടി കൂട്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് 60,000-ഓളം അടുത്ത ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട്. ഈ ഇൻസ്റ്റിറ്റ്യൂഷനെ നമുക്ക് ഇൻഡസ്ട്രി ആയിട്ട് അല്ലെങ്കിൽ സൊസൈറ്റി ആയിട്ടൊക്കെ ബന്ധപ്പെടുത്താൻ പറ്റിയിരുന്നെങ്കിൽ നമുക്ക് അന്ന് തുടങ്ങിയ ആ ഒരു കുതിച്ചുചാട്ടം കുറച്ചും കൂടി നന്നായിട്ട് കൊണ്ടുവരാൻ പറ്റുമായിരുന്നു. നമ്മൾ ചെയ്ത വേറൊരു കാര്യം, ഈ കൗൺസിൽ ഫോർ സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് എന്ന് പറഞ്ഞ് CSIR രൂപീകരിക്കുകയും CSIR ലാബുകൾ ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ തുടങ്ങുകയും ചെയ്തു. അവിടെ തുടങ്ങിയത് പ്രധാനമായിട്ട് ഈ സൊസൈറ്റിക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ള പ്രോസസ്സും അല്ലെങ്കിൽ പ്രൊഡക്റ്റുമൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വിങ് ആണായിട്ടാണ് CSIR ശരിക്കും പ്രവർത്തിച്ചത്, ലാബുകളൊക്കെ പ്രവർത്തിച്ചത്. പക്ഷെ അത് ഇൻഡസ്ട്രി ആയിട്ടും കണക്ട് ചെയ്തില്ല, അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടും അത് കണക്ട് ചെയ്തില്ല. അത് ഒരു ഐസൊലേറ്റഡ് ആയിട്ട് അവർ കുറച്ച് ഗവേഷണമൊക്കെ നടത്തി. ഇപ്പോൾ RRL എന്ന് പറയുന്നതിൻ്റെ ഇപ്പോൾ പേര് മാറ്റിയിട്ട് തിരുവനന്തപുരത്തെ NIST എന്നും പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടു കാണും, കഴിഞ്ഞ മാസം അവരുടെ ഒരു കാര്യം, വയനാട്ടിൽ അന്ന് ദുരന്തമുണ്ടായതിന് ശേഷം അവർക്ക് ഫുഡ് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് എത്രയോ ദിവസത്തേക്ക് കേടുവരാതെ ഫുഡ് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഫുഡ് പ്രോസസ്സിങ്ങിൽ നന്നായിട്ട് ഗവേഷണം നടത്തുന്ന ഒരു സ്ഥാപനമാണ്. അതിലൊരു ഞാൻ മനസ്സിലാക്കുന്നതിൻ്റെ പേര് ശരിയാണെങ്കിൽ ഡോക്ടർ അനന്തകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാൾ, ഒരു സയൻറ്റിസ്റ്റാണ് അതിൻ്റെ ഒരു ചീഫായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം ഈ മേഖലയിൽ വളരെ വിദഗ്ധനാണ്. പക്ഷെ അത് ഒരു സൊസൈറ്റിക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ ഈ ഒരു കാര്യം അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റി. അപ്പം ഇതുപോലെ നിരവധി കാര്യങ്ങൾ നേരത്തെ തന്നെ നമുക്ക് ചെയ്യാമായിരുന്നു. ഇത് കാരണം ഒരു സൊസൈറ്റി ആയിട്ട് കണക്റ്റ് ഇല്ല, അക്കാഡമിക്കായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് കണക്റ്റ് ഇല്ല, ഇൻഡസ്ട്രി ആയിട്ട് കണക്റ്റ് ഇല്ല. അപ്പോൾ ഇപ്പോൾ അതിനൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ചൈനയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇൻഡസ്ട്രി ചെയറുകളൊക്കെ ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ, അല്ലെങ്കിൽ ചൈനയിൽ മാത്രമല്ല അമേരിക്കയിലും ഒക്കെ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു സ്പെസിഫിക് ഏരിയയിൽ ഗവേഷണം നടത്തി അതിനെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി അവർ ഫണ്ട് ചെയ്യുന്ന ചെയർ പ്രൊഫസർ അല്ലെങ്കിൽ ചെയർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്ഥാപിക്കുന്ന സംവിധാനമുണ്ട്. നമ്മളിപ്പോൾ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ നമ്മൾ ഫയർ ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മുടെ ഫാക്റ്റിൻ്റെ സഹായത്തോടു കൂടി ഒരു 10 ലക്ഷം രൂപ അവരിപ്പോൾ ഒരു ആദ്യത്തെ ഗ്രാൻഡായി തന്നുകൊണ്ട് ഒരു ചെയർ പ്രൊഫസർ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ അത് ആ പ്രത്യേക മേഖലയിൽ ഗവേഷണം നടത്തുക, പഠനം നടത്തുക, അല്ലെങ്കിൽ ട്രെയിനിങ് കൊടുക്കുക എന്നതിന് വേണ്ടിയാണ് ചെയർ സ്ഥാപിച്ചത്. അപ്പോൾ അതിനൊരു എക്സ്പെർട്ടൈസ് ഡെവലപ്പ് ചെയ്യുക, ഈ പറയുന്ന ആ ഒരു മേഖലയിൽ ഒരു എക്സ്പെർട്ടൈസ് ഡെവലപ്പ് ചെയ്യുക. ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇന്ത്യയിൽ പൊതുവേ കുറവായിരുന്നു, കേരളത്തിൽ വളരെ വളരെ കുറവായിരുന്നു.
എന്നാൽ കേരളത്തിൻ്റെ ചില ഇപ്പോൾ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല പോലെയൊക്കെ കൊച്ചിയിൽ തുടങ്ങിയത് തന്നെ കേരളത്തിൻ്റെ ഒരു വ്യാവസായിക തലസ്ഥാനം എന്ന രീതിയിൽ കൊച്ചിയെ കണ്ടുകൊണ്ടും കൊച്ചിയിലെ വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഗവേഷണം നടത്തുന്നതിന് വേണ്ടിയാണ് തുടങ്ങിയത്. അപ്പോൾ നമ്മുടെ ഷിപ്പ്യാർഡ് 1972 തുടങ്ങിയത്. അപ്പോൾ ഷിപ്പ്യാർഡ് 1972 തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവർക്ക് നേവൽ ആർക്കിടെക്ട് അല്ലെങ്കിൽ അതിനാവശ്യമുള്ള എഞ്ചിനീയേഴ്സ് ഇന്ത്യയിൽ എവിടെ ഉണ്ടാവില്ല. അപ്പോഴാണ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ 1974-75 കാലഘട്ടത്തിൽ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഷിപ്പ് ടെക്നോളജി തുടങ്ങി. എന്നിട്ട് ബിടെക് പ്രോഗ്രാം ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് നമ്മൾ തുടങ്ങി. അപ്പോൾ ഇത് ഷിപ്പ്യാർഡിന് ആവശ്യമുള്ള എക്സ്പെർട്സിനെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ കാറ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാപനമായിട്ടാണ് തുടങ്ങിയത്. ഇതുപോലെ തന്നെയാണ് പോളിമർ സയൻസ്. കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് റബ്ബർ റിലേറ്റഡ് പോളിമർസും അതിൻ്റെ ഗവേഷണവും ഒക്കെ. അത് റബ്ബർ ബോർഡ് വികസിപ്പിച്ചെടുത്തു കേന്ദ്ര ഗവൺമെൻറ്. കോട്ടയത്ത് അതിൻ്റെ ഒരു സ്ഥാപനം വന്നു. പക്ഷേ ആ സ്ഥാപനത്തിന് മാത്രമായിട്ട് റബ്ബർ മേഖലയിലുള്ള ഗവേഷണം നടത്താൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോളിമർ സയൻസ് ആൻഡ് റബ്ബർ ടെക്നോളജി എന്ന് പറഞ്ഞ സ്ഥാപനം കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ തുടങ്ങിയത്. അപ്പോൾ ഇതുപോലെയുള്ള ഒരു കാര്യമാണ്. അപ്പം ഇതുപോലെ ഇൻഡസ്ട്രി ക്യാമ്പസിലേക്ക് ഇൻഡസ്ട്രിയെ നേരിട്ടും അല്ലാതെ ഇൻഡസ്ട്രിക്ക് സഹായകമാകുന്ന ഡിപ്പാർട്ട്മെൻറ്റുകൾ തുടങ്ങിക്കൊണ്ടും നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ മറൈൻ സയൻസ് എടുത്താൽ നിങ്ങൾക്ക് പലർക്കും അറിയാത്ത ഒരു കാര്യം ഞാൻ പറയാം. അതായത് 1938 കേരളത്തിൻ്റെ സമുദ്ര ശാസ്ത്ര വിഭാഗത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവ് തുടങ്ങിയ ഒരു ലാബറട്ടറിയാണ്, ഓഷ്യനോഗ്രാഫിക് ലാബറട്ടറി ആണ് ഇപ്പോഴത്തെ മറൈൻ സയൻസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് 1938. അത് കഴിഞ്ഞിട്ട് അത് 2 സ്ഥലത്ത് തിരുവനന്തപുരത്തും കൊച്ചിയിലും അതിൻ്റെ 2 ലാബറട്ടറികൾ വരികയും 1971 കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല രൂപീകരിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ഭാഗം കൊച്ചിയിലുള്ളത് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായി മാറുകയും ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ ഓഷ്യൻ സയൻസിൻ്റെ എല്ലാ മേഖലയിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളും അവിടെ തുടങ്ങി. അപ്പോൾ നമ്മൾ കാണുന്ന പോലെയല്ല, അതിൻ്റെ ഓഷ്യൻ വേവ്സിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന ഫിസിക്കൽ ഓഷ്യനോഗ്രാഫി, അതിൻ്റെ കെമിക്കൽ കാര്യങ്ങൾ സ്റ്റഡി ചെയ്യുന്ന കെമിക്കൽ ഓഷ്യനോഗ്രാഫി, കെമിസ്ട്രി സ്റ്റഡി ചെയ്യുന്നത്, അതുപോലെ ജിയോളജി, മറൈൻ ജിയോളജി, ദെൻ അറ്റ്മോസ്ഫിയറിക് സയൻസ്, ദെൻ മറൈൻ ബയോളജി, ഈ ജീവജാലങ്ങളുടെ കാര്യങ്ങൾ, മറൈനിലകത്ത് ഓഷ്യനിലുള്ള ജീവജാലങ്ങളെക്കുറിച്ച് പഠിക്കുന്ന മറൈൻ ജിയോളജി, മറൈൻ ബയോളജി, അത് കൂടാതെ ഇൻഡസ്ട്രിയൽ ഫിഷറീസ്, ഇങ്ങനെ വിവിധ മേഖലകളിൽ ഓഷ്യൻ സയൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേറൊരു സ്ഥാപനവും ഇന്ത്യയിലില്ല. ഇങ്ങനെ എല്ലാം കൂടി പഠിപ്പിക്കുന്ന ഒരു ഇൻ്റഗ്രേറ്റഡ് സ്റ്റഡിയുള്ള സ്ഥാപനം ഇന്ത്യയിൽ വേറെയില്ല. ഐസൊലേറ്റഡ് ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്, പക്ഷേ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമില്ല. അപ്പോൾ ഇവിടെ വന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് വന്ന പഠിച്ചിറങ്ങിയ കുട്ടികളാണ് ഇന്ന് ലോകത്തെ പ്രത്യേകിച്ച് സീ ഫുഡ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഫിഷറീസ് ഇൻഡസ്ട്രിയിലെയൊക്കെ എൻ്റർപ്രണേഴ്സും അതെ, ലീഡേഴ്സും അതെ, അവരുടെ പലരുടെയും ആ കമ്പനികളുടെയൊക്കെ സിഇഒമാരും മറ്റുമായിട്ടൊക്കെ ഇരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവർ പഠിച്ചിറങ്ങിയവരാണ് അക്കാഡമിക് രംഗത്തും ഇന്ന് ലോകത്ത് മുഴുവനായിട്ട് ശോഭിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ കേരളത്തിലെ ഒരു വിഷനും ഒക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ദൗർഭാഗ്യവശാൽ അത് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പലപ്പോഴും നമുക്ക് സാധിച്ചിട്ടില്ല. അത് ഇപ്പോൾ അതിനൊരു മാറ്റം വീണ്ടും ഗവൺമെൻറ് തലത്തിൽ ഈ പബ്ലിക് പാർട്ടിസിപ്പേഷൻ മാത്രമല്ലാതെ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനും ഒക്കെ എടുത്തുകൊണ്ട് ഗവൺമെൻറ് തലത്തിൽ നല്ലൊരു മൂവ് നടക്കുന്നുണ്ട്. ആ രീതിയിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഈ കുട്ടികളിൽ ഒരു പുതിയ ക്രിയേറ്റിവിറ്റിയൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് പറ്റിയ ഒരു എക്കോസിസ്റ്റം ഉണ്ടാകുമെന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്.